രക്തസാക്ഷികളുടെയും സമര പോരാട്ടങ്ങളുടെയും മണ്ണായ തലശ്ശേരി വീരോചിതമായ അന്ത്യയാത്രയാണ് സഖാവ് പുഷ്പന് നൽകിയത്. തലശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ പതിനായിരങ്ങൾ അന്ത്യാഭിവാദ്യം അർപ്പിക്കാനെത്തി. കോടിയേരി ബാലകൃഷ്ണന്റെ അവസാനമായി ഒരു നോക്ക് കാണാൻ പുഷ്പൻ എത്തിയ അതേ ഇടം മറ്റൊരു വൈകാരിക മുഹൂർത്തത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. ആദ്യ കമ്മ്യൂണിസ്റ്റ് രക്തസാക്ഷിയായ അബുവും ചാത്തുക്കുട്ടിയും പോരാട്ട വീതിയിൽ പിടഞ്ഞു വീണ മണ്ണ്. സമരേതിഹാസം രചിച്ച ജവഹർഘട്ടിന്റെ ഓർമ്മകൾ ജ്വലിക്കുന്ന ഇടം. വർഗീയതയെ ചെറുത്ത് നിരവധി രക്തസാക്ഷികൾ ചോര കൊണ്ട് ചുവപ്പിച്ച മണ്ണ്. നാടിന്റെ വീരപുത്രന് വീരോചിതമായ യാത്രയയപ്പാണ് നൽകിയത്. രാവിലെ 11 മണിയോടെയാണ് വിലാപയാത്ര ടൗൺ ഹാളിലെത്തിയത്. ധീരസഖാവിന് മരണമില്ലെന്ന മുദ്രാവാക്യം വിളികൾക്കിടയിലൂടെ മൃതദേഹം ടൗൺ ഹാളിനകത്തേക്ക്. 2 വർഷം മുൻപ് കോടിയേരിയെ കാണാൻ പുഷ്പൻ എത്തിയപ്പോൾ ഉയർന്ന ഈങ്കുലാബ് വിളികൾ വീണ്ടും ഉയർന്നു. CPM നേതാക്കൾ മൃതദേഹത്തിൽ ചെങ്കൊടി പുതപ്പിച്ചു, പുഷ്പചക്രം അർപ്പിച്ചു. പിന്നാലെ DYFI നേതാക്കളും പുഷ്പചക്രം സമർപ്പിച്ചു. തലശ്ശേരി ടൗൺ ഹാളിലേക്ക് ഒഴുകിയെത്തിയ പതിനായിരങ്ങൾ സഖാവ് പുഷ്പന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. പിന്നാലെ തലശ്ശേരിയിലെ വിപ്ലവ ഭൂമിയിലൂടെ വിലാപയാത്രയായി കൂത്തുപറമ്പിലേക്ക്. കൈരളി ന്യൂസ്, കണ്ണൂർ.